പ്രദീപ് പള്ളുരുത്തിയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ പേരിനോടൊപ്പം പലപ്പോഴും പാരഡി ഗാനങ്ങൾ എന്നാണ് സെർച്ചിൽ വരുന്നത്. പക്ഷെ ഇപ്പോൾ പാരഡി ഗാനങ്ങളൊട്ടും ഇല്ല താനും. മിസ് ചെയ്യുന്നുണ്ടോ ആ കാലം? അത് ശരിയാണോ അങ്ങനെ വരുന്നത്? എന്ത് ഈ പാരഡി ഗാനങ്ങൾ? പാരഡി ഗാനങ്ങളോടൊരു മാർക്ക് ഉണ്ടാക്കിയിട്ടില്ലേ, ഒരു ചരിത്രം ഉണ്ടാക്കി? അതുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രദീപ് പള്ളുരുത്തി സെർച്ച് ചെയ്താൽ പാരഡി ഗാനങ്ങൾ വരാറില്ല. അങ്ങനെയല്ല, സെർച്ച് ലിസ്റ്റില് പാരഡിയുടെ ഒപ്പം പ്രദീപ് പള്ളുരുത്തി അടിച്ചാൽ കുറേ വരുമല്ലോ, അതിൽ പാരഡി കൂട്ടത്തിലുണ്ട്. ഉറപ്പല്ല, നമ്മൾ വന്ന വഴിയല്ലേ. അതെ അതെ അതെ. ഞാൻ ഒരുപാട് പാരഡി പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതായത് ഒരു 4500 പാരഡി പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ്. ഒരു പക്ഷേ ഗിന്നസ് റെക്കോർഡ് വരാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ അന്ന് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലായിരുന്നുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം. ഞാൻ കേട്ടിട്ടുണ്ട്, മാതൃഭൂമിയുടെ ഒരു ഫംഗ്ഷന് വേണ്ടി പാടുന്ന സമയത്ത് പാട്ട് പാടിയതിനു ശേഷം പാരഡി പാട്ടുകളാണ് പാടിയത്. എല്ലാവരും ഒരുപാട് രസിച്ചു. പക്ഷേ പ്രതിപെട്ടത് എവിടെയോ ഞാൻ ഇത്രയും വലിയ ഗായകരുടെ സദസ്സിന് മുമ്പിലിരുന്ന പാടുന്നത്, ഞാനിത് പാടിയത് ശരിയാണോ, ഞാൻ പാരഡി പാട്ടുകളല്ലേ പാടിയെന്ന് വെച്ചിട്ട് കുറച്ച് സങ്കോചത്തോടുകൂടി മാറി വന്നപ്പോൾ ഒരാൾ മാത്രം അടുത്ത് വന്ന് തമിഴിൽ പറഞ്ഞു, തമ്പി ഇങ്ങ് വാങ്ങ ഉங்க കുരൽ ரொம்ப நல்லா இருக்குന്ന്. അത് പറഞ്ഞത് എസ് ജാനകി. അതെ അതെ. അപ്പോൾ ശരിക്കും പാരഡി അന്ന് പാടിയത് ശരിയാണെന്നാണോ അതോ പാരഡി അന്ന് പാടേണ്ടിയിരുന്നില്ല? അത് സത്യത്തിൽ അന്നത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പാരഡി പാടുമ്പോൾ പോലും ചില പാട്ടുകളൊക്കെ നമ്മൾ നശിപ്പിക്കണം എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെ ചില ഒരു സംഭവം. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ചമ്മൽ ഉണ്ടാവുമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആരാധിക്കുന്ന ഒരുപാട് പാട്ടുകാർ, നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുള്ള ഒരുപാട് പാട്ടുകാരുള്ളൊരു വേദിയാണ്. അപ്പോൾ അവിടെ ഞാൻ സിനിമാലയുടെ ഭാഗമായിട്ട്, സിനിമാലയുടെ ആർട്ടിസ്റ്റ് എന്നതിലേക്കാണ് അവിടെ ചെല്ലുന്നത്. അത് സിംഫണി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഒരു സ്പൂഫായിരുന്നു സിമ്പിൾ പണി എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പോൾ അതിനകത്ത് ചെയ്യുന്നത് ഞാനുണ്ട്, പിന്നെ നമ്മുടെ സാജു കൊടിയനുണ്ട്, ഹരിശ്രീ മാർട്ടിനുണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ പാരഡി പാടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ വിഷമിച്ചിട്ട് പാടണം. കാരണം വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്റ്റേജിന്റെ പുറകിലുണ്ട്. പക്ഷെ എനിക്ക് ആ പ്രോഗ്രാം അവതരിപ്പിക്കാൻ നിർത്തിയില്ല, കാരണം ഞാൻ ആർട്ടിസ്റ്റാണ് അവിടെ. അപ്പൊ അങ്ങനെ അത് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സങ്കോചത്തോടെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇവരെന്നെ പറ്റി എന്ത് പറയും, വിചാരിക്കും, അതാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ വന്നത്. അപ്പോൾ തിരിച്ച് ജാനകിയമ്മ ഇങ്ങനെ പറയുന്നു, അത് കേട്ടപ്പോൾ ആകെ ഒരു സന്തോഷം തോന്നി. പിന്നെ അതിനുശേഷം പിന്നീട് ചിത്ര ചേച്ചിയും വിളിച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു കമന്റ് പറഞ്ഞായിരുന്നു. പാടിയ പാട്ടുകളിലെ ഒരു 75% സൂപ്പർ ഹിറ്റ് ആയിട്ട് വളരെ വിരള ആളുകളേ ഉള്ളൂ. ഇപ്പോൾ ഡിസ്കോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ 75% പാട്ടുകളും സൂപ്പർ ഹിറ്റാണ്. അതായത് കൊച്ചുകുട്ടികൾ വരെ പാടി നടക്കുന്ന പോലത്തെ പാട്ടുകളാണ്. അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ടെന്ന് എപ്പോഴെങ്കിലും സ്വയം തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അത് ഇപ്പോൾ ഈ നമ്മളെ ഹിറ്റുകളെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുടെ ഹിറ്റുകളുടെ അവസ്ഥ 1 മാസം അല്ലെങ്കിൽ 1.5 മാസമാണ് ഹിറ്റിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ഈ ഹിറ്റ്. പക്ഷെ പണ്ടത്തെ ഹിറ്റുകൾ അങ്ങനെയല്ലോ, എവർഗ്രീൻ ഹിറ്റുകളാണ്. അപ്പോൾ അതിനുശേഷം വന്ന ഞങ്ങളുടെ കാലഘട്ടത്തിൽ വന്ന പല പാട്ടുകളും, ഇപ്പോൾ ആ സമയത്ത് വന്ന പല പാട്ടുകളും നല്ല മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ സമയം. അപ്പോൾ ആ സമയത്ത് കുറേ അടിപൊളി പാട്ടുകൾ പാടുന്ന 2-3 പേരിൽ ഒരാളാണ് ഞാൻ. അല്ലേ? അൻവർ സാദത്ത്, പിന്നെ പ്രദീപ് പള്ളുരുത്തി, ഒരു പക്ഷേ വേണമെങ്കിൽ അഫ്സൽ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൂട്ടാവുന്നത് ഉണ്ട്. ആ 3 പേരിൽ ഇങ്ങനെ 3-4 പേരിൽ ഒരാളായിട്ട് മാറാൻ സാധിച്ചത് വലിയ ഭാഗ്യമെന്ന് കരുതും, അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാട്ടുകൾ നമ്മൾ പാടുന്നു, അത് ഹിറ്റാവൂ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പം വ്യത്യസ്തനായ ഒരു ബാർബറാം ബാലൻ പോലും ഇങ്ങനെ ഒരു ഹിറ്റാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ജയചന്ദ്ര സാറോ അവരൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ. കാരണം അതിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള പാട്ട്. അനിൽ പനച്ചൂരാന് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ആ വരികളിൽ? ഉണ്ടായിരുന്നു. കാരണം ഈ അനിൽ പനച്ചൂരാന്റെ വരികൾ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടിട്ട് ഞാൻ ചോദിച്ചത് ആരാണ് ഈ പാട്ട് എഴുതിയത്. കാരണം അതുവരെ കാണാത്തൊരു രീതിയിലുള്ള ലിറിക്സ് പാറ്റേൺ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴേക്കും ഞാനിത് ചോദിച്ചത് ആരാ എഴുതിയത്? അനിൽ പനച്ചൂരാൻ. അനിൽ പനച്ചൂരാന്റെ കവിതകളിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും നേരത്തെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ അതിന് ഭയങ്കര ഇഷ്ടത്തോടുകൂടിയാണ് ആ പാട്ട് പാടിയത്. അത് ഇതുവരെ ചേരാത്ത വാക്കുകളുണ്ട്, ഈ മീശപ്രകാശ എന്നൊക്കെ പറയണത്. ഇതുവരെ വരാത്ത വാക്കുകളും വരുന്നല്ലോ അതിനകത്ത്. ആമാശയത്തിന്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീരൻ. അതൊക്കെ വലിയ ഭയങ്കര വല്ലാത്തൊരു ഇമാജിനേഷനാ.
അപ്പൊ അതൊരു വലിയ സംഭവമായിരുന്നു. പക്ഷെ പലരും അത് പാടിയത് പ്രതിഭട്ടനാണെന്നും, അതായത് ശരിക്കും ഒരു കവിയാവെന്ന് പാടിയ കുറെ പേര് അനിൽ പനച്ചൂരാനാണ് പാടിയെന്ന് വരെ വിചാരിച്ചവരുണ്ട്. സത്യം, അതെ അതെ. ആദ്യ കാലഘട്ടത്തില്, അതായത് സിനിമ ഇറങ്ങിയ ആദ്യ കാലഘട്ടത്തില് ഈ പാട്ട് പാടിയിട്ടുള്ളത് അനിൽ പനച്ചൂരാനാണെന്ന് വിചാരിച്ചിട്ടുണ്ട് പലരും. അതേപോലെ തന്നെ അനിൽ പനച്ചൂരാൻ പാടിയ വേറൊരു പാട്ടിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, ചോര വീണ മണ്ണിൽ എന്നുള്ള പാട്ട്, അത് ഞാനാണെന്ന് പലരും വിചാരിച്ചിട്ടുണ്ട്. ശരിയാ ശരിയാ. അത് പക്ഷെ ചോരവീണ മണ്ണിൽ എന്താ അങ്ങനെ തോന്നുന്നത്? ചോരവീണ മണ്ണിൽ ചേട്ടൻ പാടാൻ പറ്റും, അതേ ടോണിൽ ചേട്ടന് പാടാൻ പറ്റും. അത് അങ്ങനെ കൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്. അത് എന്തോ നമ്മുടെ പാടുന്ന പാറ്റേണിന്റെ ഒരു സ്വഭാവം അതിനുള്ളതുകൊണ്ടായിരിക്കാം. ഈ എങ്ങനെ ഈ ആളുകൾക്ക് ഇത്രയധികം ഹിറ്റ്, ഈ അടിച്ചുപൊളി എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഹൈ ടെമ്പോ പാട്ടുകൾ, അത് ഫാസ്റ്റ് ടെമ്പോ പാട്ടുകൾ പാടുന്ന ഒരാളെ കൊണ്ട് ഇങ്ങനെ കവിത, അതായത് ശരിക്കും കവി പാടുന്ന പോലെ മണ്ണിന്റെ മക്കളെ ആ ഒരു ടോൺ ഉണ്ടല്ലോ, ആ ടോണിൽ പാടിക്കും. ഇത് ആരുടെ ഐഡിയ ശരിക്കും? ഇത് ശരിക്കും അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു മെലഡി എന്ന് പറഞ്ഞാൽ ശരിക്കും പണ്ട് കഥാപ്രസംഗത്തിന് ഉപയോഗിച്ചിരുന്ന ട്യൂണാണ്. അപ്പോൾ ഈ വികടകവിയാണ് ഈ കവിത ചൊല്ലുന്നത്. അപ്പോൾ അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും എളുപ്പമുള്ള അയാളുടെ കാലഘട്ടത്തിൽ വരുന്ന ഒരു സംഗീത രൂപം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് പക്ഷേ കഥാപ്രസംഗത്തിൻ്റെ, അതുകൊണ്ടായിരിക്കാം മ്യൂസിക് ഡയറക്ടർ ആ കഥാപ്രസംഗത്തിന്റെ പാറ്റേൺ പിടിച്ചിട്ട് ട്യൂൺ ചെയ്തു. അപ്പോൾ അങ്ങനെ വന്ന് പാടിയപ്പോൾ എനിക്കാണെങ്കിൽ അത് ഈ പാട്ട് പാടാൻ ചെന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാഥികന്റെ കൂടെ പിൻപാട്ടുകാരനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കാഥികന്റെ ശരിക്കും പറഞ്ഞാൽ അയാളുടെ മാനറിസങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അയാൾ എങ്ങനെ ഒരു പാട്ടിനെ സമീപിക്കുന്നു, ആ പാട്ടിനെ അയാൾക്ക് എങ്ങനെ റെൻഡർ ചെയ്യാൻ പറ്റും എന്നൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. അത് എനിക്ക് മനപ്പാടമാണ്. അപ്പോൾ ഇത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഈ പിന്നെ പാട്ട് പാടുന്നത് ഇന്ന ആളുകളാണ്. സീനിലെ മറ്റേ സലിംകുമാറാണ് പ്രധാനമായിട്ടുള്ളത്, പിന്നെ ബാക്കി ഇന്ന ആളുകളൊക്കെ വരുന്നുണ്ട് സീനിലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞത്, എനിക്ക് സലിംകുമാറിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊന്നും എനിക്കറിയില്ല. പക്ഷെ സലിംകുമാറിൻ്റെ ഒരു രീതി, അതായത് പിന്നെ സലിംകുമാറിൻ്റെ ശബ്ദം അനുകരിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ സലിംകുമാറിന് പാടുന്ന ഒരു പരത്തിയുള്ള രീതി, അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഞാൻ അനുകരിക്കാൻ ശ്രമിക്കാം. അത് പലപ്പോഴും ആ പാട്ടിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, 2-3 മോഡുലേഷൻ ഉണ്ട് പാട്ടിന്. അതായത് വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. അതുപോലെ തന്നെ ആമാശയത്തിൻ്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ അറുക്കുന്ന വീരൻ, താരരാജാവിൻ്റെ സ്നേഹിതൻ ബാലൻ, ഈരാറ്റുപേട്ടേന്ന് വേരറ്റ ബാലൻ. അങ്ങനെ കുറേ സ്റ്റൈലിലൂടെ ആ പാട്ട് പോകുന്നുണ്ട്. പല ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം തന്ന നിർദ്ദേശവും അതുപോലെ തന്നെ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നതിൻ്റെ കൂടി ഭാഗമാണ്. ഒരു പാട്ടുകാരന് കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, പാട്ടിൻ്റെ പോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, അതാണ്.